ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മാസങ്ങളോളമായി കുംഭമേളയെ സംബന്ധിക്കുന്ന വാർത്തകൾ യു പിയിലെങ്ങും വല്ലാതെ വൈറലാണ്. പക്ഷേ ആത്മീയമായി ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ, ആത്മീയത വളരുമ്പോൾ ഒരുപാട് ഭക്തിസാന്ദ്രമായ ഒരു കുത്തൊഴുക്കുണ്ടാകുകയാണ് യു പിയിൽ. പ്രയാഗ്രാജിൽ സമ്മതിക്കുന്നു. 144 വർഷത്തിൽ ഒരിക്കൽ ആരംഭിക്കുന്ന ആഘോഷിക്കുന്ന മഹാകുംഭമേള. ശരി, ഒരുപാട് ഹിന്ദുക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകുന്നു, സമ്മതിക്കുന്നു. അബുദാബിയിൽ നിന്നു വരെ അറബി സ്ത്രീകൾ കുംഭമേളയിലേക്ക് സന്ധിക്കുന്നതിന് വേണ്ടി വരുന്നു, അതും സമ്മതിക്കുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണല്ലോ. ഇതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. ഹിന്ദുക്കൾക്കും തർക്കമില്ല, ക്രിസ്ത്യാനികൾക്കും തർക്കമില്ല, മുസ്ലിങ്ങൾക്കും തർക്കമില്ല. അപ്പോൾ ആ ടോപ്പിക് അവിടെ വിട്ടു. ഇനി ഈ കുംഭമേളയുടെ പ്രത്യേകത എന്താണ് എന്ന് ഹിന്ദുക്കൾക്കറിയാം. അറിയാത്ത ഹിന്ദുക്കൾ ഒന്ന് പഠിച്ചാൽ മതി. അതൊന്നും പഠിപ്പിക്കാനൊന്നും തൽക്കാലം നമ്മൾ ആരും തയ്യാറെടുക്കുന്നില്ല. ഇവിടെ കുംഭമേളയിൽ ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം മതം വിടും എന്ന പ്രചാരണമുണ്ടായി. അത് അന്വർത്ഥമായി. ഒരുപാട് മുസ്ലിം സ്ത്രീകൾ പേരെടുത്ത് പറയാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്നും, മഹാകുംഭമേളയിൽ ഞങ്ങൾ ഇസ്ലാം മതം വിടാനും സനാതനധർമ്മം സ്വീകരിക്കാൻ തയ്യാറായെന്നും പറഞ്ഞ് പേര് വെളിപ്പെടുത്തിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അല്ലാതെ അനേകായിരങ്ങൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് മതം ഉപേക്ഷിച്ചു. ശരി, അതവരുടെ ചോയ്സാണ്. ഇസ്ലാം മതം സ്വീകരിക്കാനും അത് ഉപേക്ഷിക്കാനും അവർക്ക് ചോയ്സ് ഉണ്ടാകണം. അതാണല്ലോ ചോയ്സ്. ഹിജാബ് ഇടുക മാത്രമായിരിക്കരുത് ചോയ്സ്, അത് ഉപേക്ഷിക്കാനും അവർക്ക് ചോയ്സ് ഉണ്ടാകണം. എന്നാലാണ് ചോയ്സിന് അർത്ഥമുണ്ടാവുക. ഓക്കെ, കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി നമ്മൾ കണ്ടതാണ്. ഐശ്വര്യ റായിയെ വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി കുംഭമേളയിലെ സന്ധിച്ചു. അതോടുകൂടി ആ പെൺകുട്ടി വല്ലാതെ വൈറലായി. നിഷ്കളങ്കമായ അതിൻ്റെ ചിരിയും സൗന്ദര്യവും അത്രമേൽ ആളുകളെ അവളിലേക്ക് ആകർഷിപ്പിച്ചു എന്നതിൽ സംശയമില്ല. മഹാകുംഭമേളയിലൂടെ ലോകമെങ്ങും വൈറലായ നീലക്കണ്ണുള്ള ഒരു രാജകുമാരിയായിരുന്നു ആ പെൺകുട്ടി. മധ്യപ്രദേശുകാരിയാണ്. ഇതുപോലെ നിരവധി പെൺകുട്ടികൾ, ബാലികമാര് മാത്രമല്ല ആൺകുട്ടികളും. ഇവരൊക്കെ ഏത് രൂപത്തിലാണ് പ്രയാഗ്രാജിലേക്ക് എത്തുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടുന്ന വിഷയം. മാതാപിതാക്കളോടൊപ്പം ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ ഭക്തിയിൽ മുഴുകുന്നതിന് വേണ്ടി വന്നിട്ടുള്ളവരല്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനും അവരുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും വന്നിട്ടുള്ളവരല്ല. ഏതെങ്കിലും ഒരു വിശ്വാസമോ ആരാധനയുടെയോ അനുഷ്ഠാനങ്ങളുടെയോ പേരിൽ അവിടെ എത്തിയ ആളുകൾ ആരുമല്ല ഈ സുന്ദരികളും സുന്ദരന്മാരുമായിട്ടുള്ള ചെറിയ കുട്ടികളൊന്നും. ഒരു കച്ചവടാർത്ഥം വന്നവരാ. കുടുംബം പുലർത്താൻ, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർ കച്ചവടം നടത്തിയേ തീരൂ. നമ്മുടെ നാട്ടിലെ പോലെ നിർബന്ധമായിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസമൊന്നും അവിടെയില്ല. നമ്മുടെ നാട്ടില് 10ാം ക്ലാസ് വരെയുള്ള സൗജന്യമായിട്ടുള്ള സർക്കാർ തലങ്ങളിലെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഈ കാലത്ത് ആ രൂപത്തിൽ 10ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാത്ത ഒരാളും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ഇപ്പോ ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റുമൊക്കെയായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ വരെ അവരുടെ മക്കളെ സ്കൂളുകളിൽ വിട്ട് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി വില്ലേജിലെ തിരുവങ്ങൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ശ്രീകൃഷ്ണന്റെയും മറ്റുമൊക്കെ ചിത്രങ്ങൾ ഉണ്ടാക്കി മണ്ണിലൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്, റോഡരികിൽ. അവരുടെ ഒരു കുട്ടിക്കാണ് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയത്. അതുപോലെ +2നും ഫുൾ A+ കിട്ടി. അവർ പഠിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പൊ അവർക്ക് പോലും ഇപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെയായി പോകും. നമ്മൾ ഏതൊരു കച്ചവടം ചെയ്താലും അതിനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ചില വിവരങ്ങൾ അടിസ്ഥാനപരമായി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ വരെ മാറി ചിന്തിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ
പ്രയാഗ്രാജിൽ കച്ചവടങ്ങൾക്ക് വേണ്ടി എത്തുന്ന ചെറിയ കുട്ടികൾ പവിഴങ്ങൾ പോലെ തിളങ്ങുന്ന സൗന്ദര്യമുള്ളവരാണ്. അവരോട് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കൊരു ധാരണയുമില്ല, അവർക്കറിയില്ല. കാരണം സ്കൂളിൽ പോകണം എന്നത് നിർബന്ധമാണോ? സ്കൂളിൽ പോകുന്നതിനെ കുറിച്ച് അവർക്ക് കേൾവിയുണ്ട്. പക്ഷേ നമ്മൾ പോകണം എന്ന് നിർബന്ധമുണ്ടോ? എഴുത്തും വായനയും അറിയണം എന്ന് നിർബന്ധമുണ്ടോ? അവരുടെ ആ ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒരു ലൈഫിനെ കുറിച്ചിട്ടല്ലാതെ പുറത്തു നിന്നുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, ഒരു പൊതുബോധത്തെക്കുറിച്ച്, വിദ്യാസമ്പന്നരാകുന്നതിനെ സംബന്ധിച്ച്, അതുവഴി ഒരു ജോലി നേടുന്നതിനെ കുറിച്ചിട്ടൊന്നും ഒരു ധാരണയുമില്ല. ഈ വിഷയത്തിൽ യോഗി ആദിത്യനാഥ് സമാധാനം പറയേണ്ടി വരും. കാരണം 77 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ രാജ്യം വികസിച്ചത് എന്ന് ചോദിച്ചാൽ മറുപടി പറഞ്ഞേ തീരൂ. ഇപ്പോൾ 1, 2, 9 കുട്ടികളൊക്കെ സ്കൂളിൽ പോയില്ല എന്ന് കരുതി യോഗി ആദിത്യനാഥിനോട് സമാധാനം ചോദിക്കേണ്ടി വരുന്നത് നമ്മുടെ വിവരക്കേടായിരിക്കും ചിലപ്പോൾ. കാരണം ഓരോ വീടുകളിലും കുട്ടികൾ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നുണ്ടോ എന്ന് നോക്കിയൊന്നും യോഗിക്ക് നടക്കാൻ പറ്റില്ല. ഒരു പക്ഷേ അവരുടെ പേരൻസ് അതുമായിട്ട് ബോധവാന്മാരല്ലാത്തത് കൊണ്ടായിരിക്കാം. വികസനം ഓക്കെ, നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ ഓക്കെ, നല്ല ഭരണം ഓക്കെ, പക്ഷേ അവിടെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയിട്ടില്ലെങ്കിൽ, അതവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവർക്കത് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അവരെ നിർബന്ധപൂർവം ആ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസ ഘടനയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഈ ഭരണകൂടത്തിന്റെ സിസ്റ്റം പരാജയമാണെന്നാണോ വിജയമാണെന്നാണോ നമ്മൾ പറയുക? മതം മുറുകെ പിടിക്കുന്നത്ര നിർബന്ധത്തോടു കൂടി തന്നെ. മതമൊക്കെ ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്, അതിലൊന്നും നമ്മൾ ആരും കടക്കുന്നില്ല. ഇപ്പോ മതമാണല്ലോ, മത ആഘോഷമാണ് അവിടെ നടക്കുന്നത് പ്രയാഗ്രാജില്. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ പേരില്, ആരാധനാലയങ്ങളുടെ പേരില്, മതവിശ്വാസങ്ങളുടെ പേരില് എന്റേതാണ് വളരെ മെച്ചം നിന്റേതിനേക്കാൾ എന്ന് പറഞ്ഞ് പരസ്പരം മനുഷ്യന്മാർ തമ്മിലടിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 100 കോടിയോ ലക്ഷക്കണക്കിന് കോടിയോ ആസ്തി ഉണ്ടാക്കുന്നു. ശരി, ഈ ആസ്തി എന്തായിരുന്നാലും യോഗി ആദിത്യനാഥിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊന്നും കൊണ്ടുപോയി കൊടുക്കാനില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് യോഗി. അപ്പോൾ ഈ കുംഭമേളയിൽ നിന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിന് കോടി വരുമാനം അദ്ദേഹം UPയുടെ വികസനത്തിന് വേണ്ടി തന്നെ പ്രയോഗിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത അനേകം കച്ചവടക്കാരായിട്ടുള്ള 14 വയസ്സിന് താഴെയുള്ള ബിസിനസ്സുകാർ ഇതിനകത്ത് സംഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രയാസം തന്നെയാണ്. കുംഭമേളയിലൂടെ ലോക പ്രശസ്തയായിട്ടുള്ള പെൺകുട്ടിയാണ് നമ്മളൊക്കെ കണ്ട മൊണാലിസ എന്നൊക്കെയാണെന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയോട് മീഡിയകൾ ചോദിക്കുന്നു, കുട്ടി എത്ര വരെ പഠിച്ചു? ഞാൻ സ്കൂളിൽ പോയിട്ടേയില്ല. അപ്പോൾ നിന്റെ കൂടെ കച്ചവടത്തിന് വന്ന കൂട്ടുകാരികളൊക്കെ അവരും ആരും പോയിട്ടേയില്ല. ഡിജിറ്റൽ ഇന്ത്യയുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളിലൂടെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലും ഇതുപോലെയുള്ള ആളുകൾ ഇല്ല എന്നല്ല, കേരളം മുഴുവനും വിദ്യാസമ്പന്നരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നല്ല, കേരളത്തിലും പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാത്ത അനേകായിരങ്ങളുണ്ട്. ഇപ്പൊ ഖുർആനൊക്കെ ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഹിഫ്ള് കോഴ്സ്. ആ കുട്ടികൾക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പ്രാഥമികമായി പോലും ലഭിക്കുന്നില്ല. ആദ്യം 1, 2, 3 ക്ലാസ് പോയാൽ പോയി, ഇല്ലെങ്കിലില്ല. പിന്നീട് അവർ 7, 8 ഒക്കെ ക്ലാസ്സുകൾ എത്തുന്ന സമയത്ത് പോയി നേരിട്ട് കൊണ്ട് 14 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ്സിൽ എഴുതിപ്പിക്കാൻ സാധാരണ ചെയ്യാറ്. എഴുത്തും വായനയും അറിയാത്ത, പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാത്ത അനേകം കുട്ടികൾ ഈ കേരളക്കരയിലുമുണ്ട്. അതുകൊണ്ട് UPയെ നോക്കി മാത്രം കൊഞ്ഞനും കുത്തിയിട്ട് കാര്യമില്ല. UPയിലുണ്ട്, ശരി, അത് ഇപ്പോഴാ ഓരോരോ സന്ദർഭങ്ങൾ വരുമ്പോഴല്ലേ തിരിച്ചറിയാൻ കഴിയൂ. അത് യോഗി അത് തിരുത്തട്ടെ. വെറുതെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും മതവിശ്വാസങ്ങളും മാത്രം കൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു മതവിഭാഗം, ഒരു ജനവിഭാഗം, അവർ പരസ്പരം വിദ്യാഭ്യാസം കൊണ്ട് പോരടിക്കട്ടെ. നന്ദി.